RSS ശാഖയിൽ ലൈംഗിക പീഡനത്തിനിരയായി എന്ന് വെളിപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കിയ കേസിൽ RSS പ്രവർത്തകൻ നിതീഷ് മുരളീധരനെ പ്രതി ചേർക്കാമെന്ന നിയമോപദേശം. കേസ് കോട്ടയം പൊൻകുന്നം പോലീസിന് കൈമാറിയേക്കും. നിതീഷ് മുരളീധരന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. RSS ശാഖയിൽ പീഡനമേറ്റുന്ന യുവാവിന്റെ വെളിപ്പെടുത്തൽ വീഡിയോ പുറത്തുവന്നിട്ട് ഒരു ദിവസം പിന്നിടുമ്പോഴും പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനോ അറസ്റ്റ് നടപടിയിലേക്ക് കടക്കാനോ പോലീസ് തയ്യാറായിരുന്നില്ല. ഇതിനിടെയാണ് നിതീഷിനെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുകളുണ്ടെന്നും കേസെടുക്കാമെന്നുള്ള നിയമോപദേശം പോലീസിന് ലഭിച്ചത്. കോട്ടയം പൊൻകുന്നം പോലീസിന് കേസ് കൈമാറിയേക്കും. ആത്മഹത്യ ചെയ്ത യുവാവ് മരണമൊഴിയിൽ പറഞ്ഞ നിതീഷ് മുരളീധരന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ട് പ്രതിഷേധവും ശക്തമാവുകയാണ്. ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നിതീഷിന്റെ കട ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടിച്ചു തകർത്തു. RSS ശാഖയിൽ ലൈംഗിക പീഡനത്തിനിരയായ യുവാവിന്റെ ആത്മഹത്യാ കേസ് ഒത്തുതീർക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അതിൽ എഫ്ഐആറിൽ RSS എന്ന പേര് പോലും ചേർക്കാൻ കേരള പോലീസിന് ഭയമാണ്. അത് RSSന്റെ ക്യാമ്പിലാണ് എന്ന് പറയാൻ പോലും പോലീസിന് ധൈര്യമില്ല. ഒത്തുകളിയുടെ വേറൊരു രൂപമാണ് കാണാൻ സാധിച്ചത്. RSS നിഗൂഢതകൾ നിറഞ്ഞ സംഘടനയാണെന്നും ദേശീയ നേതൃത്വം മറുപടി പറയണമെന്നും A. റഹീം MP ആവശ്യപ്പെട്ടു. RSS നിഗൂഢതകൾ സൂക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. RSSന്റെ ദേശീയ നേതൃത്വം ഇത് സംബന്ധിച്ച് പൊതുസമൂഹത്തോട് നിലപാട് പറയാൻ തയ്യാറാണ്. മീഡിയ 1 കോട്ടയം.